ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് കാലത്ത് നമ്മോട് തന്നെ ഒരു കാർക്കശ്യം പുലർത്തേണ്ട കാലഘട്ടമാണ്. കാർക്കശ്യ സ്വഭാവമുള്ളവർ ആണ് നമ്മളിൽ പലരും. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ ചില സമയത്ത് ഞാൻ ചിന്തിക്കും, ഞാൻ മറ്റുള്ളവരോട് കാണിക്കുന്ന കാർക്കശ്യം എന്നോട് തന്നെ കാണിക്കുന്നുണ്ടോ? എൻ്റെ ധ്യാന വിഷയത്തിൽ ഒന്നായിട്ട് ഞാനത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അനേകം അവസരങ്ങളിൽ മറ്റുള്ളവരോട് കാർക്കശ്യം കാണിക്കേണ്ട സാഹചര്യങ്ങൾ സംജാതമായപ്പോൾ ഞാൻ ആത്മസംയമനം പാലിച്ചുകൊണ്ട് നിശബ്ദനായിട്ടിരുന്ന് ഇതിന് സമാനമായ തെറ്റുകൾ എനിക്കുണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ പല അവസരങ്ങളിലും ഇതുപോലുള്ളതല്ലെങ്കിലും ഇതിന് സമാനമായ സാഹചര്യങ്ങളിൽ ഇതിനേക്കാളും വലിയ മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും എനിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരോടുള്ള ഓവറായിട്ടുള്ള കാർക്കശ്യം, അമിതമായ കാർക്കശ്യത്തിന് കാരണം നമ്മളോട് തന്നെ നമ്മൾ കാർക്കശ്യം കാണിക്കാത്തത് കൊണ്ടാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ മറ്റുള്ളവരോട് കാർക്കശ്യം കാണിക്കുന്നതിന് മുൻപ് തന്നെ ഇത് തെറ്റ്, ഇത് ശരി, ഇത് നിങ്ങൾ തിരുത്തണം, ഇത് പാപമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ഇതല്ല, നിങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ദൈവികമല്ലാത്തതാണ് എന്നൊക്കെ പരസ്യമായിട്ട് പറയാനും, അതുപോലെ തന്നെ തൻ്റെ അത്ഭുത പ്രവൃത്തികൾ മാത്രം കാണാൻ വേണ്ടി തന്നെ ക്ഷണിച്ച ഹെറോദസിനെ കുറുക്കൻ എന്ന് വിളിക്കാനും, എന്നാൽ അനുസരിക്കേണ്ടവരുടെ മുമ്പിൽ അനുസരിച്ച് തലകുനിക്കുന്ന മുമ്പിൽ തലകുനിച്ചും ഒക്കെ പോകാൻ തയ്യാറായ ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിൽ കഴിഞ്ഞത്, ഉപവസിച്ച് മരുഭൂമിയിൽ കഴിഞ്ഞത് എന്തിനായിരുന്നു? തന്നോട് തന്നെയുള്ള ഒരു കാർക്കശ്യം പുലർത്തലായിരുന്നു. ഈശോയ്ക്ക് തെറ്റുള്ളതുകൊണ്ടല്ല. ഈശോ സകല മാനവകുലത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവരുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ 2 അടിസ്ഥാന ദൈവിക സ്വഭാവങ്ങൾ പുണ്യങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ട്, സ്നേഹം, കരുണ, മനുഷ്യവർഗത്തോടുള്ള സ്നേഹം, അവരോടുള്ള കരുണ, ഇത് രണ്ടും ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ സുവിശേഷം അവതരിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ തന്നോട് തന്നെ കാർക്കശ്യം പുലർത്താനായിട്ടാണ് 40 ദിനരാത്രങ്ങൾ തൻ്റെ ശരീരത്തിന് അനിവാര്യമായ ഭക്ഷണവും മറ്റ് സുഖ സൗകര്യങ്ങളും വെടിഞ്ഞത്. ഉപവസിച്ച് വേണമെങ്കിൽ അമ്മയോടുകൂടെ വീട്ടിൽ കഴിയാം. ഉപവസിച്ചുകൊണ്ട് അവിടെ പലസ്തീനയിൽ എവിടെയെങ്കിലും സുരക്ഷിതമായൊരു സ്ഥലത്ത് വിശ്രമിക്കാനായിട്ട് ഇടമുള്ള ഒരു സ്ഥലത്ത് വേണേൽ കഴിയാം. പക്ഷേ ഒന്നുമില്ലാത്ത, ദൈവമല്ലാതെ വേറെ ആരും സഹായിക്കാനില്ലാത്ത ഒരിടത്തേക്ക്, വന്യമൃഗങ്ങളുടെയൊക്കെ ഉള്ള ഒരു മരുഭൂമിയിലേക്ക് ഈശോ പോകുന്നത് തന്നോട് തന്നെയുള്ള കാർക്കശ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രകടനമായിരുന്നു. ഈ കാർക്കശ്യത്തെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, എനിക്ക് അനിവാര്യമല്ലാത്തവയോട്, ഒന്നും കൂടി ഞാൻ പറയട്ടെ, എനിക്ക് അത്യാവശ്യമല്ലാത്തവയോട് നോ പറയാൻ. 2, എനിക്ക് അത്യാവശ്യമായ ദൈവികമായ കാര്യങ്ങളോട് നിരന്തരമായി യേശു പറയാൻ വേണ്ടി ഉള്ള മനോബലവും ആത്മബലവും നേടാനുള്ള കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. എനിക്ക് അനിവാര്യമല്ലാത്ത, എനിക്ക് ദൈവം അനുവദിച്ചിട്ടില്ലാത്ത, എൻ്റെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കാത്ത, എൻ്റെ ഈ ലോക ജീവിതത്തിലെ ശോഭ കെടുത്തിക്കളയുന്ന എല്ലാറ്റിനോടും നിരന്തരമായി നോ പറഞ്ഞുകൊണ്ട്, ഒരു അടിസ്ഥാനപരമായ പവർഫുള്ളായിട്ടുള്ള ശക്തമായൊരു നോ പറഞ്ഞുകൊണ്ട്, എനിക്ക് ദൈവം തരുന്ന എല്ലാറ്റിനോടും യെസ് പറഞ്ഞുകൊണ്ട്, ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഞാനതിനെ സ്വീകരിക്കാൻ വേണ്ടി എന്നെ തന്നെ പരിശീലിപ്പിക്കുന്ന കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. അവിടെ എന്നോട് തന്നെ ഒരു കാർക്കശ്യം ഞാൻ പുലർത്തണം. അതിന് നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ലാത്തതുകൊണ്ട് അറിവും പക്വതയും ആത്മീയ വളർച്ചയും ഒക്കെയുള്ള സഭയിലുള്ള ആത്മീയ പിതാക്കന്മാരുടെ സഹായം തേടാം. അതിന് ദൈവം തന്നെ നേരിട്ട് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന മാധ്യമമായ പരിശുദ്ധ വചനങ്ങളിൽ ആശ്രയിക്കാം. അതിന് 2000 വർഷം, യേശുവിൻ്റെ വരവിന് ശേഷമുള്ള 2000 വർഷത്തെ പഴക്കവും പാരമ്പര്യവുമുള്ള
തിരുസഭയുടെ പ്രബോധനങ്ങളെ നമുക്ക് ആശ്രയിക്കാം. അതിൻ്റെ പിന്നിലുള്ള 1850 വർഷക്കാലം അബ്രാഹത്തിൻ്റെ വിളി മുതലുള്ള കാലഘട്ടത്തിൽ, പഴയ നിയമ കാലഘട്ടങ്ങളിലൂടെ ദൈവം ക്രമാനുഗതമായി വെളിപ്പെടുത്തിയ വെളിപാടുകൾ അടങ്ങുന്ന വേദപുസ്തകത്തിലെ പഴയ നിയമ ആ ചരിത്ര പുസ്തകങ്ങളും അവിടെയുള്ള വിവരണങ്ങളും വായിച്ചും ധ്യാനിച്ചും നമുക്ക് കൂടുതൽ അറിവ് നേടാൻ, ജ്ഞാനം നേടാൻ പറ്റും. വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വചനവും തിരുസഭയും ആത്മീയ പിതാക്കന്മാരും നമ്മെ ഒരു പരിശീലിപ്പിക്കാൻ വേണ്ടി അവരിലൂടെ വരുന്ന പ്രബോധനങ്ങൾ കേൾക്കണം. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തലച്ചൻ്റെയും മറ്റ് ധ്യാന ഗുരുക്കന്മാരുടെയും വചനപ്രഘോഷകരുടെയും പ്രസംഗങ്ങൾ ഒത്തിരി കേൾക്കും. ഞാൻ ധ്യാനഗുരുവാണ്. 35 വർഷമായിട്ട് ഞാൻ ധ്യാനിപ്പിക്കുന്നു വൈദികനായിട്ട്. പക്ഷേ ഞാൻ മറ്റുള്ളവരിലൂടെ ദൈവം ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ ആത്മഹർഷം പൂണ്ട് നിൽക്കാറുണ്ട്. വലിയ ആനന്ദം ഞാൻ എല്ലായിടത്തും പറയുകയും ചെയ്യും. കാരണം അവരിലൂടെ ദൈവം എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സുഗ്രാഹ്യമല്ലാത്ത ഒത്തിരി ദൈവിക രഹസ്യങ്ങളും വചനത്തിലൂടെ നൽകുന്ന വെളിപാടുകളും ഉണ്ടല്ലോ. അത് വെളിപ്പെട്ട് കിട്ടിയ വിശുദ്ധാത്മാക്കളുണ്ട്. ഭൗമിക വിശുദ്ധരെ വിളിക്കാം. സ്വർഗത്തിലെത്തിയ നാമകരണം ചെയ്യപ്പെട്ട വിശുദ്ധരാകണമെന്നില്ല. ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടിയ ഭൗമിക വിശുദ്ധരുണ്ട്. അവരിലൂടെ ദൈവം നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവരിലൂടെ ദൈവം സംസാരിക്കുന്ന ആ വചന പ്രഘോഷണങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത മഹാഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ഇതെല്ലാം റെക്കോർഡഡായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സംലഭ്യമാണ്. ലോകത്തിൻ്റെ എവിടെ പോയാലും അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങളുള്ള വൈഫൈ കണക്ഷനോ അല്ലെങ്കിൽ നെറ്റ് കണക്ഷനോ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ അതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിടുകയാണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും കേൾക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ വെളിപാടുകൾ സരിതരെ കേൾക്കാൻ വേണ്ടി ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. അങ്ങനെ ദൈവികമായ വെളിപാടുകൾ നമുക്ക് കിട്ടും തോറും നമ്മുടെ ഉള്ളിലെ ആന്തരിക മനുഷ്യൻ ബലവും ആരോഗ്യവും സൗഖ്യവും പ്രാപിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതങ്ങളാകാൻ നമുക്ക് ഭാഗ്യമുണ്ടാകും. അവിടെ മറ്റുള്ളവരോട് നോ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നോട് തന്നെ ഞാൻ നോ പറയാനായിട്ട് പഠിക്കും. മറ്റുള്ളവരോട് നോ പറയാനായിട്ട് ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലൊരു എൻ്റെ ടീമിലുണ്ടായിരുന്ന, എവിടെയാന്ന് ഞാൻ പറയില്ല, ഞാനിതിനു മുമ്പ് പോട്ടയിൽ 2 തവണ, മുരുങ്ങൂരും ഡിവൈനിലും ബോംബെ താബോറിൽ ഇപ്പം 2ാം തവണയാണ് വന്നിരിക്കുന്നത്. ഡൽഹി ഫരീദാബാദിലും അമേരിക്ക ഫ്ലോറിഡ ടാമ്പ ധ്യാന കേന്ദ്രത്തിലൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരു ശരിയല്ലാത്ത കാര്യം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പാപം അല്ല, പക്ഷേ അത് പാപത്തിലേക്ക് പോയി എന്ന് വരാം. അപ്പം ഞാൻ അയാളോട് വിളിച്ച് ഇത് അരുത് എന്ന് പറയാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. അപ്പോൾ പള്ളിയുടെ മുമ്പിലൂടെയാണ് അയാളുടെ അടുത്തേക്ക് പോകേണ്ടത്. പള്ളിയുടെ മുമ്പിലൂടെ ഞാനങ്ങനെ പോകുന്ന വഴിക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞാനിങ്ങനെ കുമ്പിട്ട്, ഞാൻ പലപ്പോഴും ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ കുമ്പിട്ട് ഈശോയെ ആ കരങ്ങളൊന്ന് ശിരസിൽ വെക്കണമേ എന്നൊന്ന് പറയും. എപ്പോഴും ഞാൻ ചെയ്യുന്നതാണത്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തല കുമ്പിട്ടിങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടു, അയാളോട് നോ പറയുന്നതിന് മുൻപ്, അയാൾക്ക് തിരുത്തൽ കൊടുക്കുന്നതിന് മുമ്പ് നിന്നോട് തന്നെ നീ ഒന്ന് നോ പറയൂ. പെട്ടെന്ന് ഞാൻ അവിടെയുള്ള ആ ചാപ്പലിൽ ഞാൻ മുട്ടുകുത്തി. ഞാനിങ്ങനെ, കർത്താവെ, ഞാൻ അയാളോട് നോ പറയുന്നതിന് മുൻപ്, അയാളെ തിരുത്തുന്നതിന് മുമ്പ് എന്നോട് തന്നെ ഞാൻ നോ പറയണമെന്ന് അങ്ങ് നൽകിയ പ്രബോധം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം കർത്താവ് ഓർമ്മിപ്പിച്ചത്, ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം, അത് പാപമല്ല, പക്ഷേ അത് പുണ്യവുമല്ല. പാപത്തിലേക്ക് നയിക്കുമെന്ന് ചോദിച്ചാൽ പുണ്യമല്ലാത്തതുകൊണ്ട് അതിലൊരു കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ ഈശോയോട് പറയാം, കർത്താവെ, ഞാൻ തിരുത്താം, ഞാനിങ്ങനെ ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങനെ ചെയ്ത് ഞാനത് എൻ്റെ ശൈലിയാക്കി മാറ്റി എനിക്കത് ഉറച്ചു വളരാൻ പറ്റുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി തന്നെ എന്നോട് ഒന്ന് പറഞ്ഞു,
ഒരു കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റി, തെറ്റുപറ്റി, അത് പാപമാകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മ എനിക്ക് വെളിപ്പെടുത്തി തന്നെന്ന് പറഞ്ഞു. ഞാൻ പോയി പറയേണ്ടി വന്നില്ല, ഞാൻ പറഞ്ഞ് തിരുത്തേണ്ടി വന്നില്ല, അയാളെ മുറിവേൽപ്പിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് ഞാൻ എന്നോട് തന്നെ നോ പറഞ്ഞു. ഈശോ പറഞ്ഞല്ലേ യോഹന്നാൻ 17:19, അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവർ, നോമ്പ് കാലത്ത് മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാനും തീരുമാനിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ, മറ്റുള്ളവരോട് നോ പറയുന്നതിന് മുൻപ് എന്നോട് തന്നെ നോ പറയാൻ, മറ്റുള്ളവരുടെ കാർക്കശ്യത്തെക്കാൾ ഉപരിയായി എന്നോട് തന്നെ കാർക്കശ്യം പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ. അത് ഞങ്ങളുടെയും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.